എന്താണ് വർക്കർമാർ 55 ദിവസമായി സമരം ചെയ്യാണ്. അവരിപ്പോൾ പറയുന്നത് INTUC അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ചേർന്ന് അവരുടെ ആവശ്യത്തെ അംഗീകരിക്കാതിരിക്കാൻ സർക്കാരിൻ്റെ നിലപാടിനെ പിന്തുണച്ചു എന്നുള്ളതാണ്. അതിൽ കമ്മിറ്റിയെ വയ്ക്കണമെന്ന നിർദ്ദേശം വച്ചത് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനാണ് എന്ന് സമരസമിതി ആരോപിക്കുന്നത്. എന്ത് കമ്മിറ്റി? ഓണറേറിയം വർധന അടക്കം പഠിക്കാൻ കമ്മിറ്റിയെ വയ്ക്കണമെന്ന നിർദ്ദേശം അവരാവശ്യപ്പെടുന്ന 3000 രൂപയെങ്കിലും ഉടനെ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അത് കോൺഗ്രസ് പിന്തുണച്ചിട്ടുള്ള ആവശ്യമാണ്. പക്ഷേ കമ്മിറ്റിയെ വയ്ക്കണം എന്ന നിർദ്ദേശം ഇതിനെ പഠിച്ച് ഓണറേറിയം വർധന അടക്കം പഠിച്ച് 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ കമ്മിറ്റിയെ വയ്ക്കണമെന്ന നിർദ്ദേശം INTUC ആണ് ആ ചർച്ചയിൽ ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ വച്ചു എന്നാണ് സമരസമിതി ആരോപിക്കുന്നത്. അത് ഇരിക്കട്ടെ. ആ പറഞ്ഞതിൻ്റെ ഉത്തരത്തിന് പരിഹാരം കാണേണ്ടത് ആരാണ്? പരിഹാരം കാണേണ്ടത് സർക്കാരാണ്. ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയേണ്ടുന്നത് സർക്കാരാണ്. സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇത്രയും നിഷ്ക്രിയത്വവും ഇത്രയും സമൂഹത്തോട് കാണിച്ച ക്രൂരതയും നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതാദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര മാസമായി ഈ പാവങ്ങൾ ഈ വെയിലത്തും ഈ മഴയത്തും സ്വന്തം അവകാശം സംരക്ഷിക്കാൻ വേണ്ടി അനുഭവിച്ച അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്ത ഈ സഹോദരിമാരെ ഇതുപോലെ പീഡിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ് മനുഷ്യത്വമില്ലാത്ത മനുഷ്യത്വരാഹിത്യം കാണിക്കുന്ന ഒരു സർക്കാരായി മാറി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത് എന്ന് പറയാൻ ഏത് സഖാവിനാ സാധിക്കുക? ഏത് തൊഴിലാളിയുടെ അവകാശമാണ്? ഇത്രയും താഴെത്തട്ടിൽ നിൽക്കുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത്, ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്ന വാക്കിന് അപമാനമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്രമാത്രം. ചന്ദ്രശേഖരൻ്റെ മാത്രം അഭിപ്രായമാണ്. അത് പാർട്ടിയുടെ അഭിപ്രായമല്ല, സംഘടനാ INTUCയുടെ അഭിപ്രായമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടി കിട്ടിയിട്ടില്ല. മറുപടി കിട്ടിയാൽ അതിൻ്റെ മറുപടി നിങ്ങളോട് ഞാനും പറയാം. സ്വാഭാവികമായും പാർട്ടിയുടെ നടപടിക്കെതിരെ നിൽക്കുന്നത് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റിനെ താലോലിക്കാൻ പറ്റുമോ? നമുക്ക് തലോടാൻ പറ്റുമോ? നമുക്ക് നടപടി എടുക്കേണ്ടി വന്നാൽ നടപടിയെടുക്കും. പാർട്ടിക്കൊരു നയമുണ്ട്. ആ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ചന്ദ്രശേഖരനായാലും സുധാകരനായാലും നടപടി സ്വീകരിക്കും. അത് പാർട്ടിയുടെ അച്ചടക്ക ലംഘനത്തിൻ്റെ പ്രതികരണമാണ്. അദ്ദേഹത്തിൻ്റെത് തിരിവാടില്ലാത്തൊരു കാര്യമാണ്. പാർലമെൻറ്റിൻ്റെ അകത്തായാലും പുറത്തായാലും അദ്ദേഹം എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ അത് സ്ഥായിയായ ഒരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ വളരെ നാടകീയതയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൻ്റെ അകത്തും. അല്ല, കമ്മീഷണറായി പോയിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം, ഈ മലപ്പുറത്ത് വെച്ച് ഒരു പരിപാടിയിൽ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് അപമാനിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് മലപ്പുറം പ്രത്യേക രാജ്യവും പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാവും. പിന്നെ പറഞ്ഞത് നിങ്ങൾ പ്രത്യേക രാജ്യത്തിനിടയിൽ എല്ലാ തരത്തിലും ഭയന്നാണ് ജീവിക്കുന്നത്. അവിടെ പിന്നോക്ക വിഭാഗം സ്വതന്ത്രമായി വായുശ്വസിച്ചും അഭിപ്രായം പറഞ്ഞ് മലപ്പുറത്ത് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരു വർഗീയതയും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ മുഴുവൻ മലപ്പുറം അത്രയും മോശമായ ഒരു ഇടമാണ് എന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് മോശമായി പോയി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വെള്ളാപ്പള്ളിയെ പോലുള്ളൊരു വലിയൊരാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം പലപ്പോഴും കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ പല നല്ല അഭിപ്രായങ്ങളും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കമൻ്റായി മാറിപ്പോയി എന്ന് ഞങ്ങൾക്കും ഫീലാണ്. മിണ്ടിയിട്ടിട്ട് ഇപ്പോൾ പിന്നെ പരിഹാരം ഉണ്ടാകുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല.
ഇവിടെ BJP ഗവൺമെൻറ്റിന് ശക്തമായൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെ തകർക്കാനൊന്നും രാഹുൽ ഗാന്ധിയല്ല ആര് പറഞ്ഞാലും അവർക്ക് അവരുടെ ആ നയത്തിലേക്കൊന്നും അവർ പോകുമെന്നുള്ള പ്രതീക്ഷയുമില്ല. പിന്നെ പറഞ്ഞ് വഷളാവണ്ട എന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ അദ്ദേഹം ആ അപ്രിയം കാണിച്ചത് ഈ പലതും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് വെച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന് ചടത്തിന് എല്ലാ വിഷയത്തിലും അദ്ദേഹം നമ്മളെ മുമ്പിലുണ്ടായിരുന്നു. സാമൂഹ്യ വികസനത്തിൻ്റെയും അതുപോലെ രാഷ്ട്രീയ കാര്യത്തിൻ്റെയും ഒക്കെ മുമ്പിൽ ശ്രീ രാഹുൽ ഗാന്ധി എന്നും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട്.